ഹേ ഗൈസ്, നമ്മുടെ പുതിയൊരു ചലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കയ്യില് പേന എല്ലെങ്കിൽ ഇവ ആര് മെക്കാനിക്കാ. അപ്പോ നമ്മുടെ എവിടെ പോയി ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ ചലഞ്ചാണ് ബെസ്റ്റ് ഷവർമ മേക്കിംഗ് ചലഞ്ച്. അപ്പൊ ഷവർമ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പേരുദോഷം കിട്ടിയ ഒരു ഫുഡാണ് ഷവർമ. അപ്പൊ നമ്മളിന്ന് ബെസ്റ്റ് ഷവർമ നമ്മളിന്ന് രണ്ടുപേരും അവളെ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നു, ഞാൻ എന്റെ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നു. എന്നിട്ട് നമ്മളിത് രണ്ടും ടേസ്റ്റ് ചെയ്തിട്ട് ഏതാണ് ബെറ്റർ എന്ന് ഹോണസ്റ്റ് ആയിട്ട് പറയണം. അതെ, ഹോണസ്റ്റ് ആയിട്ട് പറയണം. ഈ കുക്കിംഗ് എന്ന് പറയുമ്പോൾ സാധനം രണ്ടായിട്ട് തിരിക്കണം. അത് ഏട്ടന് ഇച്ചിരി ഓവർ കോൺഫിഡൻസ് ഉണ്ട്. ഇല്ല, എനിക്ക് കോൺഫിഡൻസ് ആയിട്ടുള്ള അല്ല, അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് എനിക്കില്ല. എനിക്കെന്ന് അറിയാവുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അതായത് ചിക്കൻ കറി, ബിരിയാണി, അല്ലെങ്കിൽ ചില്ലി ചിക്കൻ, നൂഡിൽസ്, കുറച്ച് ചൈനീസ് ഐറ്റംസ്, ഫ്രൈഡ് റൈസ്, അങ്ങനത്തെ ഐറ്റംസ് എനിക്കറിയാം. എനിക്ക് മീൻകറി വെക്കാൻ അറിയത്തില്ല, അല്ലാന്നുണ്ടെങ്കിൽ രസം വെക്കാൻ, സാമ്പാർ, തോരൻ, അതൊക്കെ മൃദുല ഡിപ്പാർട്ട്മെന്റ്. ഞാൻ കുറച്ച് നോൺ വെജ്, നമുക്ക് ചിക്കനോ ഒക്കെ വേണം, നീ പോലും വെക്കൂല ചിക്കൻ. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആണ് എനിക്ക് അറിയാവുന്നത്. അല്ലാതെ കുറച്ച് ഐറ്റംസ് ഒന്നും എനിക്ക് അറിയത്തില്ല. അതൊക്കെ മൃദുലക്ക് അറിയാം. അല്ലെങ്കിൽ എന്തിനു നിനക്ക് അല്ലെങ്കിൽ ക്യാമറയിലൊന്നിട്ട് എറിയരുത്, പൊട്ടും, ബ്ലാസ്റ്റ്. അപ്പൊ ഗൈസ്, അപ്പം ഈ ഷവർമ എന്ന് പറയുന്നൊരു ഫുഡ് നമ്മൾ പറഞ്ഞു വന്നത് ഏറ്റവും കൂടുതൽ പേരുദോഷം കിട്ടിയൊരു ഫുഡാണ്. കുറെ പേര് ഇത് കഴിച്ച് ഫുഡ് പോയിസൺ അടിച്ചിട്ടുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പം കുറെ പേർക്ക് ഫുഡ് പോയിസൺ ആയിട്ട് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കിടന്നിട്ടുണ്ട്. ചിക്കൻ നല്ലപോലെ വേവിക്കത്തില്ല. അപ്പൊ ഈ ചിക്കനകത്തുള്ള സാൽമണല്ല എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ടല്ലോ, ആ ബാക്ടീരിയ കാരണം ഒരുപാട് പേർക്ക് മരണം സംഭവിക്കാം. പഴകിയ ഷവർമ ഇതൊക്കെ മേക്ക് ചെയ്ത് ഇത്ര ടൈമിനുള്ളിൽ കഴിക്കണ്ടേ. നമ്മൾ ബെസ്റ്റ് ഷവർമ കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാനാണോ മൃദുലയാണോ? ആദ്യം നമ്മൾ ആരുണ്ടാക്കണം? താങ്കൾ പറയൂ. ഞാൻ ഉണ്ടാക്കണോ? ഞാൻ ഉണ്ടാക്കി ഫുൾ ഉണ്ടാക്കൂലല്ലോ, ആദ്യം ചിക്കൻ ഒക്കെ ഉണ്ടാക്കുക. അതെ, എന്നിട്ട് ഓരോ സ്റ്റെപ്പായിട്ട് ഉണ്ടാക്കാം. ഫ്രയറിലാണ് നമ്മളെ ഉണ്ട് കേട്ടോ. മറ്റേ കറക്റ്റ് നമ്മളെ ഷവർമ കടയിൽ ഇങ്ങനെ വെച്ച് അരിഞ്ഞാണല്ലോ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ആയിരിക്കും നമ്മൾ ഉണ്ടാക്കുന്നത്. അമ്പൂട്ടിക്ക് വേണ്ട ഇന്ന് ഷവർമ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് ഞങ്ങക്ക് വേണം. അല്ലെങ്കിൽ കയ്യിലുണ്ടോ കേട്ടോ? ഇതെന്തോന്നടി ഈ പറയണ? ആർക്കൊക്കെ പരാതി അമ്പൂട്ട സംസാരിക്കുന്നില്ല. ഭയങ്കര സംസാരം സംസാരിക്കും, പക്ഷെ നമുക്ക് മനസ്സിലാകത്തില്ലേ ഉള്ളൂ. ഹേ ഗൈസ്, അപ്പൊ നമ്മുടെ ഷവർമ ചലഞ്ചിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിരിക്കും പോകുന്നത്. അതായത് ഞാൻ മാരിനേറ്റ് ചെയ്യും, അത് കഴിഞ്ഞ് പിന്നെ മൃദുല മാരിനേറ്റ്. നമ്മൾ ഡിഫറെന്റ് ആയിട്ട് എനിക്ക് എന്റെ മനസ്സിലൊരു സ്റ്റൈലുണ്ട്, ആ സ്റ്റൈലായിരിക്കും ഞാൻ വെക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് ചിക്കന്റെ, നമ്മള് സാധാരണ ബ്രസ്റ്റ് പീസ് ആണ് എടുക്കാറുള്ളത്. നമ്മൾ പക്ഷേ തൈസ് ആണ് എടുക്കുന്നത്. തൈസ് ഭയങ്കര ടേസ്റ്റാണ്. എല്ല് വിട്ടു കൊടുക്കാൻ. അതെ, അപ്പം ഇത് രണ്ടുപേരും കൂടെ ഉള്ള ചിക്കൻ അല്ലേ? അപ്പൊ രണ്ട് ഷവർമയാണല്ലോ, മതിയല്ലോ. വേറെ ആൾക്കാർ കുറവായതുകൊണ്ട് നമുക്ക് ജെയിൻ ഷവർമ ഒന്നും അല്ല. ടേസ്റ്റ് ആയിരിക്കണം സാധനം. രണ്ടുപേരും കഴിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ഏതായിരുന്നു അതായിരിക്കും. എനിക്ക് ചിക്കൻ കുറച്ചെടുത്ത് മാറ്റുവാണ്. താങ്കൾക്ക് പറയണം കേട്ടോ. നല്ല നോക്കി എടുക്കും കേട്ടോ, കുഴപ്പമില്ല. ഏതായാലും എന്താ, അല്ല ഞാൻ എല്ല് വേണ്ട. എല്ല് ഞാൻ ലാസ്റ്റ് ചുമ്മാ വരട്ടി തിന്നാൻ വെച്ചതാണ്. മതിയല്ലോ ഇല്ല, എനിക്ക് കുറച്ചുകൂടെ ഉണ്ട്. ഈക്വലായി ഇത് എല്ലാം ഈക്വലായി, ഇത്രയും മതി. ഇവിടെ ഓരോ കടയില് ഷവർമ എന്ന് പറഞ്ഞ് വിൽക്കുന്നത് മുട്ടക്കോസ് ഇച്ചിരി കാണുന്നുള്ളൂ, ഒരുപാട് മുട്ടക്കോസ് ആയിരിക്കും അല്ലേ? അതെ, നമ്മൾ മുട്ടക്കോസ് എടുത്തിട്ടില്ല ഇപ്രാവശ്യം. നമ്മുടെ മാരിനേഷൻ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകണം. കുറച്ച് ഉപ്പ്, ആദ്യമേ കുറച്ച് ഉപ്പ് മിക്സ് ചെയ്യാം. മാത്രം ഇട്ട് ഇളക്കിയോ? ഉപ്പ്. എന്നോട് പറഞ്ഞത് ഞാൻ വെറൈറ്റി മാരിനേഷൻ ഒക്കെ ആണെന്ന്. ഏത് മാരിനേഷനിൽ ഉപ്പിടണ്ടേ? അല്ല, പറഞ്ഞില്ലേ എന്റെ അടുത്ത്. ഓക്കെ, കുറച്ച് ഇത് കൊറിയാണ്ടർ ഉണക്കിയത്, മല്ലിയില ഉണക്കിയത് കുറച്ച്. നമ്മളിതിനകത്ത് ചില്ലി പൗഡർ ഇടുന്നില്ല കേട്ടോ. നമ്മൾ ചില്ലി പൗഡർ ഇല്ലാതെ ചെയ്യാനുള്ളത്. ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ് റോ ആയിട്ടെന്ന് വെച്ചാൽ ഒരുപാട് മസാല വെച്ചിട്ട് കുളവാക്കേണ്ട ആവശ്യം. കുരുമുളക് പൊടി ഇട്ടു. നമ്മൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാൻ പറ്റും. നമ്മൾ ലേശം നാരങ്ങ നീര് കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഷവർമയുടെ മാരിനേഷൻ ഇതാണ്. അപ്പൊ ഇതിന് കുറച്ച് റെസ്റ്റ് ചെയ്യട്ടെ, അപ്പോഴത്തേക്കും എന്റേത് വെക്കാം. ഓക്കെ.
അതിലൊക്കെ ഇരിക്കോ നിന്റെ മോൻ? ഇന്നെ ഇരുത്ത്. ഇരുന്ന്. മിടുക്കൻ. അമ്മ മാറ്റിത്തരാം. ഇതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ഉപയോഗം ഇല്ല ഗൈസ്. കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് വെച്ചേക്കണം. എനിക്ക് ഷവർമയിൽ വേണം കേട്ടോ. ഇത് മൊത്തത്തിൽ തിന്ന് കൊറേ നാളായി അങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ? താങ്കൾ മാരിനേറ്റ് ചെയ്തോളൂ. അത് എന്റെ കോപ്പി അടിക്കല്ലേ കേട്ടോ. ഇതൊക്കെ ഒതന്റിക് ടർക്കിഷ് മാരിനേഷൻ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞു നിന്റെ അടുത്ത് ഇപ്പോഴും എനിക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് വെച്ചേക്കണം. എനിക്ക് എന്റെ ഷവർമയിൽ ആഡ് ചെയ്യാനാ കേട്ടല്ലോ. യു അണ്ടർസ്റ്റാൻഡ്? ഏട്ടാ എപ്പോഴും കോംപ്ലിമെന്റ് ചെയ്യുന്നത് എന്റെ ചിക്കൻ മാരിനേഷൻ അടിപൊളിയാ, ചിക്കൻ ഫ്രൈ അടിപൊളിയാ. സെയിം കോപ്പിയാ? സെയിം കോപ്പി അല്ല, പക്ഷെ കുറച്ച് ചേഞ്ചസ് വരും. പക്ഷെ കോപ്പി കണ്ടുപിടിക്കരുത്. എന്റെ ഇത് കഴിഞ്ഞിട്ടില്ല. എനിക്ക് കുറച്ച് ബട്ടർ അതിനകത്ത് ആഡ് ചെയ്യാണ്ട്. അതുകൊണ്ട് കഴിഞ്ഞാൽ ഇതാകത്തുള്ളൂ. അത് വെക്കാൻ നേരത്തെ വെച്ച് ഇപ്പോഴും ബട്ടർ വെക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാ. സോ അത് വെക്കാൻ നേരത്തെ ഞാൻ ചെയ്തോളാം. അപ്പൊ ഇത്രയും ചിക്കന് ഇത്രയും ഉപ്പ്. ഞാൻ ആദ്യം ചിക്കന്റെ പുറത്തിടുന്നില്ല, കുറച്ചുകൂടി ഇരിക്കട്ടെ അല്ലേ. കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഓർഡർ ഒന്നുമില്ല, ചറവര വാരി ഇടുക. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. മൃദുലൊക്കെയാണ് ചിക്കൻ പീസ് കൂടുതൽ. കുഴപ്പമില്ല. അതുകൊണ്ട് എല്ലാടാ ഇറങ്ങാൻ. അപ്പൊ ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് കുരുമുളക് പൊടി. ഞാൻ മഞ്ഞപ്പൊടിയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മഞ്ഞപ്പൊടിയോ? ഷവർമയിലോ? മഞ്ഞപ്പൊടി അതാ മേളിൽ കിടക്കുന്നോണ്ട് തോന്നുന്നതാ. ശരി, മുളക് പൊടി ഇച്ചിരി കൂടി ഇടാം. കളർഫുൾ മാരിനേഷൻ ആണ്. എന്റെ വലിയ കളറൊന്നും കാണത്തില്ല, എന്റെ ഒരുമാതിരി ഇരിക്കുവാണ്. പക്ഷെ ഗുണം മെച്ചമായിരിക്കും, ടേസ്റ്റും മെച്ചമായിരിക്കും. ഇപ്പഴേ തള്ളാതെ. അതുപോലെ തുമ്മലും ഉണ്ടല്ലേ? തുമ്മ ഞാൻ ബാക്കി തിരിഞ്ഞു വാ പൊത്തിയില്ല തുമ്മിയ. ഇപ്പഴേ അങ്ങ് സ്വയമേ പുകഴ്ത്തോ. ഇച്ചിരി നാരങ്ങ നീര്. തുമ്മൽ ഫ്രീ എസൻസ്. ഇനി എന്തൊക്കെയോ ഉണ്ട്, ഞാൻ എന്തൊക്കെയോ ഇടും. തൈര്. ആരെങ്കിലും ഷവർമയില് തൈര് ആഡ് ചെയ്യും? ഷവർമയിലല്ലോ, ഞാൻ ചിക്കനിലല്ലേ ആഡ് ചെയ്യുന്നേ. ഇച്ചിരി പുളിക്ക് വേണ്ടി എനിക്ക് കുറച്ച് എണ്ണ വേണമായിരുന്നു കേട്ടോ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ അതിന്റെ പുറത്തൂടെ. നമ്മള് ഡയറ്റ് ഫ്രണ്ട്ലിയാ, കുഴപ്പമില്ല. ഓക്കെ, ഡയറ്റ് ഫ്രണ്ട്ലിക്ക് ഇതുണ്ടോ, പോയിട്ടുണ്ടോ? ഇല്ല. ഓക്കെ ഗൈസ്, നമ്മള് അടിപൊളിയായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തു. ആദ്യം ഈ അരപ്പെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ചിക്കൻ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. എന്നാലേ ഈവനിലായിട്ട് എല്ലാ സ്ഥലത്തും ഇംഗ്ലീഷ് മീഡിയമേ. ഞാൻ തേച്ചു കാര്യം പറഞ്ഞുകൊണ്ടെങ്കിൽ തേച്ച്. ചിക്കനിൽ വെള്ളം ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലിലൂടെ തേച്ചേക്കാം. അതിന്റെ മസാല ഇച്ചിരി അധികം ആയതുകൊണ്ട് മൊത്തം എടുത്തിട്ട് തേക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തോ. കഴിഞ്ഞ മാരിനേഷൻ? ഇത്രേ ഉള്ളൂ മാരിനേഷൻ. ഇതായിരുന്നു ഷവർമയുടെ മാരിനേഷൻ. എന്നിട്ട് നമുക്ക് ഷവർമയില് വില ഇടണം കേട്ടോ. ഷവർമയ്ക്ക് നമ്മൾ ഇൻഗ്രീഡിയൻസ് അനുസരിച്ച് നമുക്ക് വില ഇടാം. നമ്മളെ പ്രോഡക്റ്റിന് നമുക്ക് വില ഇടാമല്ലോ. നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായേ. എന്നെ അങ്ങ് ഒരുമാതിരി അങ്ങനൊന്നുമില്ല. അയ്യോ, അങ്ങനത്തെ ഒരു ഉദ്ദേശം എനിക്കില്ല ഗൈസ്. രണ്ടുപേരും മാരിനേഷൻ കണ്ടോളൂ. എന്റെ കണ്ടിട്ട് ഒരു ഗുണമില്ലല്ലേ. നല്ല കളർഫുള്ളും എന്റെ കുരുമുളകും ഇഞ്ചിയുടെ ആ ഒരു ഇത് മാത്രമേ കാണത്തുള്ളൂ. സോ ഇതാണ് നമ്മുടെ മാരിനേഷൻ കേട്ടോ ഗൈസ്. ഇപ്പൊ നമ്മള് മാരിനേഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. കുറെ നമ്മളൊരു അരമണിക്കൂർ കൂടുതൽ വെച്ചില്ലേ, എന്നാലേ നമ്മളെ ടേസ്റ്റ് വരത്തുള്ളൂ. നമ്മളൊരു കുറച്ച് പേരക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ച്. അപ്പൊ ആദ്യം ഞാനല്ലേ ചെയ്യണ്ടേ? എന്റെ ബട്ടർ വേണം. ബട്ടർ ഇടാണ്ടിരിക്കുന്നത് നമ്മളെ കമ്പി കണ്ടോ, നമ്മളെ ഷവർമ സ്റ്റിക്കൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കണ്ടല്ലോ കഴുകി. ഞാൻ കുറച്ച് ബട്ടറേ തേക്കുന്നുള്ളൂ, കാരണം കുറച്ച് ബട്ടർ എനിക്ക് എന്റെ ഗുബൂസിനത് തേക്കാനാ. കുറച്ച് ബട്ടർ ഞെവിടി അങ്ങോട്ട് തേക്കാം. ഞെവിടുവാണോ? ഞാൻ ഇങ്ങനെയല്ല ചെയ്യുന്നത്. ഇങ്ങനെ ആയ ബട്ടർ പിടിക്കൂലല്ലേ ഇതിനകത്ത്? ബട്ടർ ഇച്ചിരി ഒന്ന് ഊരുകണ്ടേ? കടകളിലൊക്കെ കണ്ടിട്ടില്ലേ ഉണിയൻ ഇങ്ങനെ വെക്കുന്നത്? നമ്മൾ അതേ മിനി, അത് വലുത്, ഇത് ചെറുത്. ഒരു സവാള രണ്ടായിട്ട് കട്ട് ചെയ്ത്. അതെ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മളെ ചിക്കൻ വെക്കാം. ഇതിൽ അരിഞ്ഞെടുക്കണം കേട്ടോ. എന്റെ മനസ്സിലെ സങ്കല്പങ്ങളൊക്കെ അതാണ്. നമ്മൾ ഈ കടയിലൊക്കെ അവരിങ്ങനെ അരിയുന്ന പോലെ അല്ലേ? ഈ ഇത്രയും ചിക്കൻ പോലും കാണത്തില്ലല്ലോ നമുക്കൊരു ഷവർമ തരുന്നില്ലല്ലേ? ഇല്ല. ചിലര് വീട്ടില് ഷവർമ ഉണ്ടാക്കുന്നത് നോർമൽ എയർ ഫ്രയറിൽ വെച്ച് കുക്ക് ചെയ്തിട്ട് എന്താ പറ്റി എല്ലാം പോയോ? അത് കുത്തിയൊക്കെ ഇരിക്കാതെ, അതൊരു ഇച്ചിരിയല്ലേ ഉള്ളൂ. സെന്ററിലോട്ട് പോയി ഹെൽപ്പ് ചെയ്യണോ? കറക്റ്റ് സെന്ററിൽ കുത്ത്, സൈഡിൽ കുത്താതെ. ഇങ്ങനെ നിറഞ്ഞു വരണമെങ്കിൽ അപ്പൊ നമ്മളെ കടയിലൊക്കെ ഇരിക്കുന്ന എത്ര കിലോ ചിക്കൻ ആടി ഇരിക്കുന്നേ? ഇതിപ്പോ ഭയങ്കര ലൈറ്റ് ആയിട്ടല്ലേ സ്ലൈസ് ചെയ്തേക്കുന്നേ.
ഓ ഉയ്യോ, ഉയ്യോ. ഇൻഫ്യൂസിന് മറക്കരുത്. ഇൻഫ്യൂസ് ഉണ്ടായിരുന്നു. സെറ്റ് ഗൈസ്, സെറ്റ്. എനിക്ക് ഇങ്ങോട്ട് കാണിയിരിക്കാൻ നമ്മുടെ അകത്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ടു കേട്ടോ ഗൈസ്. മൃദുല എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്ത കേട്ടോ. ഞാൻ വെച്ചത് അറേഞ്ച്മെന്റ് അങ്ങോട്ട് ശരിയായില്ല. ഇപ്പോഴാണ് കറക്റ്റ് ആയത് കേട്ടോ. കറക്റ്റ് നമ്മുടെ ചിക്കൻ സെറ്റ് ആയിട്ടുണ്ട്. ഇനി വെച്ചോ ഇനി നല്ലോണം ഇനി കറങ്ങിക്കോളൂ. കാണിച്ചേ. ആ സെറ്റ് ഇപ്പൊ കറങ്ങിക്കോളൂ. പിന്നെ ചില പീസുകളെ ഒന്ന് കുക്കായി കഴിഞ്ഞാൽ കറങ്ങും. ആ വെച്ചോ. ഓക്കെ സാധനം സെറ്റ് ഗൈസ്. നടുക്കോട്ട് നമ്മൾ വെച്ചതുപോലെ വെക്കാം. ഓക്കെ, ഇനി അടയ്ക്കുക, നമ്മള് ഓണാക്കുക. അപ്പൊ ഓക്കെ ഗൈസ്, ഐറ്റം കറങ്ങുന്നുണ്ട്. ഇനിയിപ്പോ എന്റെ കുക്കായിട്ടേ മൃദുലയുടെ വെക്കാൻ പറ്റും. ടൈം എടുക്കും. ആ കറങ്ങുന്നുണ്ട്. അടിപൊളി കേട്ടോ. ഇതാണ് കറക്റ്റ്. പിന്നെ ഒരു കാര്യം, ബ്രസ്റ്റ് പീസ് ആണെങ്കിൽ കുറച്ചുകൂടെ സ്റ്റിഫ് ആയിട്ടിരിക്കും. ഇത് ഭയങ്കര നമ്മുടെ തൈ പീസിന്റെ ചില പീസുകൾ മൊത്തം ഇങ്ങനെ ലൂസ് ആയിട്ട് കിടക്കും. ആ എഗ് ബോണ്ട് ചുറ്റും വരുന്നത് അതുകൊണ്ടാ. ബ്രസ്റ്റ് പീസ് ആണെങ്കിൽ സെറ്റ് ആണ്. താങ്ക് യു സോ മച്ച്. അത് മത്സരം ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന എന്നാലും ആ ഒരു മെന്റാലിറ്റി ടേസ്റ്റിലാണ് മുഖ്യം. നമ്മുടെ ഷവർമ്മ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓക്കേ, ഓ ഇതിനെ എടുക്കുന്നതിന് ചൂടായിരിക്കും. കണ്ടോ, മുളകൊടി ഒന്നും ഇടാതെ തന്നെ നമ്മുടെ ചിക്കൻ കറക്റ്റ് ആ ഷവർമ്മയുടെ കളർ വന്നിട്ടുണ്ടോ? ഇത് നിന്റെ ഓവർ കളർ ആയിരിക്കും. കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, ഓക്കെ അരിയുവാണ്. ഇങ്ങനെ അരിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. സാധനം നമ്മുടെ ആ ഒരു ആഗ്രഹം കൊണ്ട് നമ്മളങ്ങനെ പറഞ്ഞതാ. പക്ഷെ ചിക്കൻ മോളെ എനിക്ക് കണ്ടിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. കുറച്ച് സവാള എനിക്ക് വേണം കേട്ടോ. ഇതിന്റെ തരത്തില്ല, അത് എടുക്കും ഞാൻ. അതിനത് പോരെ. ചിക്കൻ നല്ല സോഫ്റ്റ് ആട്ടോ. തണുത്തിട്ട് ഞാൻ അരിഞ്ഞോളാം ഗൈസ്. ഇവിടെ കത്രികയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇനി കട്ട് ചെയ്ത് വെക്കട്ടെ. ഞാൻ വളരെ തിന്നായിട്ട് കട്ട് ചെയ്യുന്നുള്ളൂ. എന്താ രണ്ടാക്കി കട്ട് ചെയ്യുക അല്ലേ? രണ്ടാക്കി കട്ട് ചെയ്യാം. ഇതൊന്നും എനിക്ക് പറഞ്ഞു തന്നില്ലായിരുന്നു, രണ്ടാമതാ പറഞ്ഞു തന്നെ. ഈടെ ഇതിപ്പോ എന്റെ ചെയ്തിട്ട് ചെയ്യുമ്പോഴേ അതിനകത്ത് മിസ്റ്റേക്കുകൾ താങ്കൾക്ക് തിരുത്താം. ഇതിലെന്തോ മിസ്റ്റേക്ക്? കാരണം രണ്ട് ചെയ്തത് ഞാനല്ലേ, പിന്നെന്താ? അതെങ്ങനെ? അതെന്തൊരു പറച്ചില്ല, ഒറ്റ ചവിട്ടാണല്ലേ. കുത്തി വെച്ചത് ഞാനല്ലേ ഉദ്ദേശിച്ചത്. എന്റെ മസാല കേട്ടോ, എന്റെ കുറച്ച് ടേസ്റ്റ് തന്നെ പിടിക്കും. വേണമെങ്കിൽ വെച്ചോ. അത് വേണ്ട, എനിക്ക് വേണ്ട പാത്രം. ഞാൻ ഒന്ന് വെച്ചതാ അങ്ങോട്ട്. കാരണം ഈ കമ്പിക്ക് ചൂടുണ്ട്, പോയിട്ടില്ല. ചൂടുണ്ട് കമ്പിക്ക് ചൂടുണ്ട് കേട്ടോ. അമ്പൂട്ടന് നമ്മുടെ ഷവർമ്മ കൊടുക്കുന്നില്ല, അവന് കഞ്ഞി. അല്ല, ഷവർമ്മ കൊടുക്കാം. ഞാൻ അവന് കഞ്ഞി പയറിട്ട് വെച്ച് അവള് കട്ട് ചെയ്തൊക്കെ വെക്കാം കേട്ടോ. ഗൈസ്, അപ്പൊ മൃദുലയുടെ ഷവർമ്മ എന്ന് പറയുന്ന ഒരു ഉപകരണം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനൊക്കെ ഒരു ടോക്ക്. ഇത് എന്നെക്കാട്ടി ക്വാണ്ടിറ്റി ചിക്കൻ ഉണ്ടാവും. ബട്ടർ ഞാൻ ഇപ്പൊ തേക്കുന്നില്ല, അതൊക്കെ ഉണ്ട് ഇടയ്ക്ക്. ഇടയ്ക്കോ? ഓ, ഇടയ്ക്ക് ബട്ടർ ഒന്ന് ഇടയ്ക്ക് വെക്കാനുള്ള പരിപാടി ആയിരിക്കും കേട്ടോ. ഇടയ്ക്ക് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടി ആയിരിക്കും. ഇടയ്ക്ക് നമ്മളൊന്ന് എടുക്കണം. അതിനകത്ത് ഞാൻ 2 എല്ലൂടെ വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ക്ലോസ് ചെയ്തോ. 40 മിനിറ്റ് വേണ്ട. 40 മിനിറ്റ് വേണ്ട, കാരണം ചെറിയ പീസ് അല്ലേ. ഒരു 30 25 ആക്കോ. കറങ്ങുന്നു. എവിടെ? നിന്റെ കറങ്ങാൻ ഇച്ചിരി പാടാണ്. അല്ല, അത് ഇച്ചിരി സ്റ്റിഫായി കഴിഞ്ഞ് കറങ്ങും. കുറച്ച് തേനൊക്കെ തേക്കടി, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതെ, നമുക്ക് ഇതൊക്കെ ആയാലും മിൽക്കി മിസ്റ്റിന്റെ. ഞാൻ കുറച്ച് ബട്ടർ, നമുക്ക് ബ്രഷ് വാങ്ങിക്കണം കേട്ടോ. അത്യാവശ്യമാണ്. ഇങ്ങനെ ആകുമ്പോ ഇതിൽ പിടിച്ചോളും. അതല്ല, താഴെ വീണാലും ഈ താഴത്തെ ചിക്കൻ ആ ബട്ടർ വാങ്ങിച്ചോളും. വാങ്ങും. അതൊക്കെ അങ്ങനൊക്കെയാ. എന്റെ ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷേ ഇതൊന്നും അത്ര വർക്ക് ആവാൻ ചാൻസ് ഇല്ല. എടി ഞാൻ കാര്യം പറയട്ടെ, നിന്റെ വേണമെങ്കിൽ ഒരു വെറൈറ്റി പിടിക്കാം. അതായത് ഹണി ഷവർമ്മ. അതെങ്ങനെ ഉണ്ട്? ഇല്ല, വെറൈറ്റി അവരോട് ഇഷ്ടമല്ലേ. ഏട്ടൻ വേണേ കുറച്ച് തേൻ വാരി വെച്ചു. താല്പര്യമില്ല. പിന്നെ എന്തിനാ എന്റെ അടുത്ത് പറയും? നിനക്ക് താല്പര്യമില്ല? എനിക്ക് ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തന്നെ, യുണീക്ക് ഐഡിയ. വേണ്ടെങ്കിൽ വേണ്ട. കുറച്ച് തേൻ തേച്ച്, തേന കുറച്ച് ബട്ടർ തേച്ച്. ഇനി ഞാൻ അമ്മൂട്ടിന് കഞ്ഞി കൊടുക്കട്ടെ. ഇവിടെ കഞ്ഞിയും ചമ്മന്തിപ്പൊടി പപ്പടം. ഇത് മതി കേട്ടോ. ഇത് അമ്പൂട്ടിന്. വന്ന്
അമ്പുവിന്റെ സ്ഥലത്ത് വന്ന് ഇതാണ് അമ്പുവിന്റെ ഓപ്പൺ കിച്ചൺ. ഇവിടെ വന്ന് ഫുഡ് കഴിക്കും. അയ്യേ കഞ്ഞി കൊറേ കഞ്ഞി തേടാ കഞ്ഞി വെച്ചാകുമ്പോ ഓടും കണ്ടാ ഓടും. ഒന്നും ഫുഡ് കഴിപ്പില്ല. അപ്പം 25 മിനിറ്റ് 20 മിനിറ്റ് മതിയോ? 20 മിനിറ്റിൽ 20 മിനിറ്റ് ചിക്കൻ വേവോ? 20 മിനിറ്റിൽ 185 ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് എന്റേത് നോക്ക് ഒന്നും കാണിക്കുന്നില്ല. കറങ്ങുന്നു. നമ്മളെ രണ്ട് തമ്മിൽ രാപ്പകൽ കളർ വ്യത്യാസമുണ്ട്. മൃദുലയുടെ നല്ല റെഡ് കളറാട്ടോ. റെഡ് കളറാണ്. ഫാറ്റ് നോക്ക്, ഫാറ്റ് ഇത് സുവർമയാ. സവർമയല്ല, സുവർമ. ഇനി നമ്മൾ സെറ്റ് ചെയ്യാം. ഗോതമ്പാണ് കേട്ടോ, ഗോതമ്പിന്റെ കുബൂസാണ്. നമ്മള് ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചു, പക്ഷെ ഹേ ഗൈസ്, അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കൊരു വലിയ അബദ്ധം പറ്റിയോട്ടോ. നമ്മൾ ആക്ച്വലി ഈ മയോ വാങ്ങിച്ചായിരുന്നു, തന്തൂരി മയോ, സ്പൈസി ഈ ഷവർമ്മയ്ക്ക് വേണ്ടിയുള്ള മയോ വാങ്ങിച്ചു. പക്ഷേ അത് വിത്തിൻ 2 hours ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ വാങ്ങിച്ചോണ്ട് വെച്ചിട്ട് 2 ദിവസമായി. അപ്പൊ നമ്മൾ നോക്കിയില്ല, അതിന് റിസ്ക് എടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. എഗ്ലെസ് മയോ ആവുമ്പോ നമുക്ക് കുറെ നാൾ യൂസ് ചെയ്യാം. ഇത് മുട്ട ചേരുന്നതെന്ന് ഞാൻ നോക്കാതെ വാങ്ങിച്ച് പണി കിട്ടും. അതുകൊണ്ട് നമുക്ക് അത് ആഡ് ചെയ്യാണ്ട് ടൊമാറ്റോ സോസ് മാത്രം വെച്ച് ആഡ് ചെയ്യാം. അതേപോലെ തിന്നോ. ചിക്കൻ കറക്റ്റ് നമ്മുടെ ഒരു ഷവർമ്മ പിശുക്കില്ല കേട്ടോ. ചിക്കനെ ആവശ്യം പോലെ ഉണ്ട്. എന്നെക്കാട്ടി മൃദുലൊക്കെ ഉണ്ട്. കുറച്ച് ഞാനങ്ങ് തരാം. വേണ്ട, നിന്റെ മസാല എനിക്ക് വേണ്ട. ദിസ് ഈസ് കില്ലിങ്. ഞാൻ ഇതിനകത്ത് കുറച്ച് ഐറ്റംസ് വെക്കുന്നില്ല, അവള് വെക്കുന്നുണ്ട്. അപ്പം എനിക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ഞാൻ വെക്കുന്നത്. അവളേതായിട്ടുള്ള രീതിയിൽ ക്യാബേജ് വെക്കുന്നില്ല. എന്താണെന്നറിയോ, ഈ ക്യാബേജ്, ബ്രൊക്കോളി, ബീട്രൂട്ട് പച്ചക്ക് കഴിച്ചുകൂടാ. വേവിച്ച് അല്ലെങ്കിൽ സ്റ്റീം ചെയ്തേ കഴിക്കാവൂ. കണ്ണാടി വെച്ചിട്ട് നോക്കി, കണ്ണാടി വെച്ചിട്ട് നോക്കുന്നു. ഫോണൊന്ന് കാണിക്കേ. ഫോൺ എടുക്കുമ്പോ പോകും കേട്ടോ. ഇങ്ങോട്ട് നോക്കണം. ഇത്ര നേരം ഇങ്ങോട്ട് നോക്കുന്ന കാര്യം പറഞ്ഞില്ല. എന്തുവാ യോ ബ്രോ. അപ്പം ഓക്കെ, ഗുബൂസ് എടുക്കാം. ഓക്കെ, നമ്മൾ ഗുബൂസ് ഒന്ന് സ്റ്റീം ചെയ്തിട്ടുണ്ടേ. ആദ്യം സത്യത്തിൽ മയോ ആയിരുന്നു തേക്കേണ്ടത്. ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് അങ്ങോട്ട്. ഈ സ്റ്റെപ്പ് തന്നെ എനിക്ക് കോപ്പി അടിക്കുമെന്ന് പറയരുത്, കാരണം ഈ സ്റ്റെപ്പ് തന്നെ എനിക്ക്. സവാള എടുക്കുന്നുണ്ട്, ലേശം സവാള പക്ഷെ കുറച്ചേ വയ്ക്കുന്നുള്ളൂ. തക്കാളിപ്പഴം ഗൈസ്, കുറച്ച് തക്കാളി മതി. ഒരു ലെറ്റീസിൻ്റെ ഇല, 1 2 മാക്സിമം 1, ഇത് മതി. 2 ഇല മതിയേ, 2 ഇല. നമ്മുടെ കുക്കുംബർ തന്നെ കുഞ്ഞുകുഞ്ഞരിഞ്ഞ കുക്കുംബർ, അതും കുറച്ച്. ഒരുപാട് വെജിറ്റബിൾ ആയി കഴിഞ്ഞാൽ നമ്മൾ ആ ചിക്കൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ അങ്ങ് നഷ്ടപ്പെടും. നമ്മൾ ഒരു ഒലിവ് ഓയിലിൻ്റെ ശകലം സ്ലൈസ് എടുക്കുന്നുള്ളൂ. അത് 2ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് അരിഞ്ഞ്. മറ്റേ പിക്കിള് വേണോ? ഏതാടാ? മറ്റേ നമ്മൾ ബർഗർ ഒക്കെ കഴിക്കുമ്പോൾ അകത്തൊരു പിക്കിള് കിട്ടുമല്ലോ. നീ നോക്കാതെ ഇനി നമ്മുടെ മെയിൻ ഐറ്റം, നമ്മുടെ ചിക്കൻ വെച്ച് കൊടുക്കാണ്. കുറച്ചും കൂടി ടൊമാറ്റോ സോസ് പിന്നെ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമല്ലോ. ഓക്കെ, അപ്പം ഇത്ര ഐറ്റംസ് ആണ് എൻ്റെ ഉള്ളത്. വേറെ ഐറ്റംസ് ഒന്നും ഒരുപാട് ഓവറായിട്ട് ആഡ് ചെയ്യുന്നില്ല. ചിക്കൻ ഇത്ര വെക്കുന്നുള്ളൂ. ചിക്കൻ ഫില്ല് അല്ലെങ്കിൽ നമുക്ക് മടക്കാൻ പറ്റില്ല. ഞാൻ തന്നെ നീളത്തിൽ സ്ലൈസ് ചെയ്ത് കുക്കുംബറാട്ടോ വെക്കുന്നത്. അത് ഞാൻ നടുക്ക് മാത്രമേ വെക്കുന്നുള്ളൂ. എന്ത് വെച്ചാലും നടുക്ക് മാത്രമേ വെക്കുന്നുള്ളൂ. ഇനി ക്യാരറ്റും നീളത്തിലായിരുന്നു. നമുക്കിങ്ങനെ ഇലയൊക്കെ ഇങ്ങനെ ഇടാം. തമാശ എന്തുവാടാ കണ്ട് ഏട്ടനങ്ങ് ടെൻഷനാ, ഞാൻ വിജയിക്കോന്നങ്ങ് ടെൻഷൻ. അങ്ങനൊന്നുമില്ല ഗൈസ്. ഓക്കെ, ഇനി ഞാൻ ഇങ്ങനെ നീളത്തിലരിഞ്ഞ് ക്യാപ്സിക്കം, പച്ച ക്യാപ്സിക്കം. അയ്യോ, ഞാൻ ക്യാപ്സിക്കം വെക്കാൻ മറന്നു കേട്ടോ. സീരിയസ് ആയിട്ട് ഞാൻ കൺമുന്നിലല്ലേ ഇരുന്നേ. ക്യാപ്സിക്കം ഗൈസ്, കുറച്ച് ക്യാപ്സിക്കം കൂടി. ക്യാപ്സിക്കം മറന്നു പോയിട്ടാ. ക്യാപ്സിക്കം തന്നെ ഓർത്തില്ലേ. ഞാൻ നീളത്തിലരിഞ്ഞ, ഏട്ടൻ കുനുകുനരിഞ്ഞ സവാള എടുത്ത് ഞാൻ എനിക്കെല്ലാം നീളത്തിലുള്ളതാ പരിപാടികളാണ്. നമ്മൾ ഒന്നാമത് ടൊമാറ്റോ സോസ് ആഡ് ചെയ്തിട്ട് തക്കാളി കുറച്ച് മതി. ഓക്കെ, നമുക്ക് ലെറ്റൂസ് ജസ്റ്റ് ഒന്ന് കീറാം. ഞാൻ തണ്ടോടെ ഇട്ട് കേട്ടോ.
ഉണ്ട്, ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ. എനിക്ക് ഇലയോട് അത്ര താല്പര്യമില്ല. അത് എന്റെ ഇഷ്ടം. അവനെ കേട്ടിരിക്കാത്തതിന്റെ പ്രതിഷേധം ഒന്നും നിങ്ങൾ സംസാരിക്കേണ്ടത് എന്നെ കേട്ടിരുത്താതുകൊണ്ട്. കറക്റ്റ് റൗണ്ട് റൗണ്ട് ആയിട്ട് വരൂലേ? നടുക്കുന്ന പൂളുന്നതാണ് ഏറ്റവും നല്ലത്. അത് എന്റെ ഇഷ്ടം. ഓക്കെ, താങ്കളുടെ ഇഷ്ടം. ഈ ഒരു ക്യാരറ്റിനെ നീളത്തിലരിഞ്ഞ് നീ ഈ കത്തിയും കൂടി എടുത്ത് നീ തന്നെ തിന്നോക്കടാ ആദ്യം. ചിക്കൻ എടാ, ഈ റാപ്പ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഇവിടെ. എന്ത്? ഒന്നും സിലിക്കന്റെ കവറുണ്ട്, ഞാൻ തരാം. ചിക്കൻ ഫുള്ള് തികയൂലല്ലോ. ചിക്കൻ ഞാൻ വെക്കുന്നുണ്ട്. ഈ ചിക്കന്റെ സ്കിന്നെ ക്രിസ്പി ആയോട്ടോ. അങ്ങനെ സെന്ററിലാക്കി വെച്ചിട്ടുണ്ട്. ഒരാളുടെ ചുമപ്പ്, ഒരാളുടെ പച്ച ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെന്തോരു പാടിത്. ഞാൻ റാപ്പ് ചെയ്യാം. അപ്പോ എന്റെ ഷവർമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കല്ലേ? എന്തോ കുഴപ്പം? മറിച്ച് ഇപ്പുറ സൈഡ് കാണിക്കൂടെ? അല്ല, ഇവിടെ ഇച്ചിരി ഉണ്ട്. അങ്ങനെ ലാസ്റ്റ് നിമിഷത്തിൽ അമ്പൂട്ടൻ ഇവിടെ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, ടേസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മുടെ ഷവർമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാം. ആ ഒരു മുഹൂർത്തം സംഭവിക്കാൻ നല്ലപോലെ അഴിച്ചെടുക്കണം. എനിക്ക് ടെൻഷൻ ആയിട്ട് വേണമെങ്കിൽ ഇല്ല, എന്നെ കാട്ടി പെർഫെക്റ്റ് എവളെ കേട്ടോ. നല്ല റൗണ്ട് ആണ്. എന്റെ നോക്ക്, എന്റേത് കുറച്ച് വലുതാണ് അവളെ കാട്ടി. ഇനി അവനവന്റെ ഷവർമ്മയ്ക്ക് റേറ്റ് ഇട്ടില്ലല്ലോ. എന്റേത് ഒരു 80 രൂപ. ഏട്ടൻ്റെത് എന്റെ 140 രൂപ. 140 രൂപ. ഞാൻ വേണേ അഴിച്ചു തരാം, കാരണം നീ മനഃപൂർവ്വം കൊളാക്കുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. അതെന്തരാ, എനിക്ക് ഷവർമ്മ വാങ്ങിച്ച അവനവന് തിന്നാനും അറിയാം കേട്ടോ. കറക്റ്റ് ഷവർമ്മയുടെ അതേ കറക്റ്റ് ആണ് ഈ സാധനം. ഫില്ലിങ്സ് നോക്ക് ഗൈസ്, അടിപൊളി കേട്ടോ. സീരിയസ്ലി സെറ്റ് കേട്ടോ, അടിപൊളി. നമ്മളിപ്പോ മയനൈസ് ഇല്ലാതെ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടോ? ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ മുതലേ ടേസ്റ്റ് ചെയ്തു. സാധനം കൊള്ളാം, ഇഷ്ടപ്പെട്ടു. എനിക്ക് എൻ്റെ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്യണേ. എങ്ങനെയുണ്ട്? ടൊമാറ്റോ സോസിന്റെ ആ ഒരു ഇച്ചിരി ഫ്രണ്ടിൽ നിൽക്കുന്നു. കാരണം ഏറ്റവും രണ്ടാമത്തെ മസാലയും ടൊമാറ്റോ സോസും വെജിറ്റബിൾസും എല്ലാം കറക്റ്റാ. എനിക്ക് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത് ഗുബൂസ് ഒന്ന് മാറ്റി കേട്ടോ. ഗുബൂസ് ഒന്ന് മാറ്റിയിട്ട് ഞാൻ ഇത് മാത്രമായിട്ടൊന്ന് കഴിച്ചു കൊടുക്കേ. ഇത് ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതിയായിരുന്നല്ലേ? ഞാനിനി അങ്ങനെയും കൂടെ തിന്നോട്ടെ. ചിക്കൻ, ഏട്ടന്റെ ചിക്കൻ ഞാൻ ടേസ്റ്റ് ചെയ്തില്ലായിരുന്നു. ചിക്കൻ നല്ല വെറൈറ്റി ടേസ്റ്റ്. പക്ഷെ ഉപ്പ് ഇച്ചിരി കൊഴുപ്പ്. ഉപ്പ് ലേശം കൂടി. സമ്മതിച്ചോട് ഉപ്പ് കൂടിയെന്ന്. ശരിയായി, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി കൂടിയിട്ടുണ്ട്. ശരിയാ. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ടേസ്റ്റ് ചെയ്യട്ടെ. ചിക്കന് ഏട്ടന്റെ അത്ര ഇങ്ങനെ ഫ്ലേവർ ഫ്രണ്ടിൽ ചെയ്തില്ല. നോർമൽ ചിക്കൻ പോലെ. ചിക്കന്റെ മസാലയുടെ ടേസ്റ്റ് എന്റെയാ എനിക്ക് ഫീൽ ചെയ്തു. ഇച്ചിരി കൂടിയാലും ചിക്കൻ ഫ്ലേവർ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു മുളകൊടി ഒന്നും ഇടാതെ നമ്മളെ വേറൊരു ഫ്ലേവർ, കുരുമുളക് ഉപ്പ് ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ചിക്കൻ. കറക്റ്റ് നമ്മളെ ഷവർമ്മ പുറത്തുനിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എന്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഉപ്പ് കൂടിപ്പോയി. ടൊമാറ്റോ സോസ് കൂടിപ്പോയി. മൃദുലയുടെ കറക്റ്റ് ഉപ്പും എരിവും ആ മസാലയുടെ കൂടെ എല്ലാത്തിനും കഴിക്കാനായിട്ട് മൃദുലയുടെയാണ് പൊളി. അപ്പൊ മൃദുല നമ്മുടെ ഷവർമ്മ ചലഞ്ചിൽ വിൻ ചെയ്തിരിക്കുന്നു. അപ്പൊ അത്രയുള്ള കൈസ് ഈ ഒരു ചലഞ്ച് നമ്മൾ അടുത്ത ഏത് ഫുഡ് ട്രൈ ചെയ്യണമെന്ന് താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതിലുള്ള കാണുന്നവരെ